കണ്ഠമിടറുമ്പോൾ ആയിരം കണ്ഠത്തിലല്ലേ സരിഗമ കൊടുക്കുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ലോ. ഈ വിഷുദിനത്തിലും വിശ്വാസം കാത്തുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകുകയാണ്. രാവിലെ 2:50 മുതൽ തന്നെ ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വിഷുക്കണി കാണാനുമൊക്കെ ആയിട്ട് ആദ്യത്തെ അരമണിക്കൂറാണ് വിഷുക്കണി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത്. 500 പേർക്ക് ടോക്കൺ കൊടുക്കും. നേരിട്ട് വിഷുക്കണി കണ്ട് വിഷുക്കൈനീട്ടം കൊടുക്കലാണ്. ഒക്കെ കഴിഞ്ഞു. നമുക്കതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി ഗുരുവായൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുനിഷായിലൂരും തളി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്തും തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും. ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ മട്ടന്നൂർ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ നിന്ന് അഖിലും, ദില്ലിയിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് YS അഭിനന്ദും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം നമ്മൾ ജെയ്സണിലേക്ക് പോകുന്നു, ഗുരുവായൂരപ്പനിലേക്ക് പോകുന്നു. ചെമ്പയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം, ഗുരുവായൂരപ്പൻ്റെ വാർത്തകളൊന്ന് കേൾക്കണം. അപ്പോൾ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ അതാരാണ് കൊടുത്തത്? അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വിശ്വാസങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജെയ്സൺ ഉണ്ട്. ജെയ്സൺ, ഹാപ്പി വിഷു ജെയ്സൺ. ഗുരുവായൂരിൽ പതിവ് പോലെ വലിയ തിരക്കായിരിക്കും. രാവിലെ 2:50 മുതൽ തന്നെ ഭക്തർക്ക് കണി കണ്ടു തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ക്രമീകരണങ്ങളാണ് ഇക്കുറിയും ഏർപ്പെടുത്തിയിരുന്നത്. കണിയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടു കൂടിയാണോ ഈ വിഷുപ്പുലരിയിൽ ഗുരുവായൂർ സന്നിധാനം വിട്ട് മനസ്സിൽ ഗുരുവായൂരപ്പനുമായിട്ട് വിശ്വാസികൾ പോകുന്നത്? ജെയ്സൺ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഹാപ്പി വിഷു. ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നുകൂടി അർത്ഥമുണ്ട്. മാത്രമല്ല, ഇന്നലെ മുതൽ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂരപ്പനെ വിഷുദിനത്തിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ചുറ്റും ജനമാണ്. ഞാൻ തെക്ക് ഭാഗത്തു നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്, നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗത്തു നിന്നാണ്. 2 ഭാഗത്തും നീണ്ട ക്യൂ ആണ്. ഇന്നലെ രാത്രി തന്നെ ക്യൂവിൽ എത്തിയിരുന്ന ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ സംവിധാനങ്ങൾ വളരെ കൃത്യമായി ഒരുക്കിയത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭക്തർക്ക് അല്പസമയമെടുത്താൽ പോലും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് 2:50 മുതൽ 3:50 വരെയായിരുന്നു വിഷുക്കണി ദർശനമുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി തന്നെ മേൽശാന്തി എല്ലാം കാര്യങ്ങൾ ഒരുക്കി വെച്ചു. ഏറ്റവും ഭംഗിയായി ഒരു ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, കണിക്കൊന്ന, ചക്ക, മാങ്ങ, വാൽക്കണ്ണാടി, സ്വർണം, അതുപോലെ തന്നെ അലക്കിയ മുണ്ട്, നാണ്യം, അങ്ങനെയൊക്കെ എല്ലാ വിഭവങ്ങളും, ഒരു സമൃദ്ധിയുടെ എല്ലാ കാഴ്ചകളും ആ ഒട്ടുരുളിയിൽ ഉണ്ടാകുമെന്നതാണ് വിശ്വാസം. അത്തരത്തിൽ വളരെ ഗംഭീരമായി ഒരുക്കി വെച്ചു. ആദ്യം ഇന്ന് പുലർച്ചയ്ക്ക് മേൽശാന്തി എണീറ്റ് ആദ്യം അദ്ദേഹത്തിന്റെ മുറിയിൽ കണി കണ്ടു. അതിനുശേഷം ഗുരുവായൂരപ്പനെ കണി കാണിക്കുക എന്നുള്ളതാണ്. ഗുരുവായൂരപ്പനെ കാണാനെത്തുന്ന 10,000-കണക്കിന് ആളുകൾക്ക് ആ ദർശനം ലഭിക്കുന്നതിന് മുമ്പ് വിഷുദിനത്തിൽ ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിക്കുന്നു. അതിനുശേഷം ശ്രീലകത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്താണ് പൊതു ഭക്തർക്കും മറ്റും സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വലിയ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല, തൊഴുത് ഇറങ്ങണമെങ്കിൽ സമയം പിടിക്കും. അത്രയും ക്ഷമയോടുകൂടി ഒരു ദിവസം, ഈ പ്രത്യേകിച്ച് വിഷുദിനത്തിൽ ഈ വർഷത്തെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്, ഭക്തർ വന്നിരിക്കുന്നത്. എത്ര സമയമെടുത്താലും. അമ്മൂമ്മേ, എപ്പോഴെത്തിയത്? ഇന്നലെ രാത്രി വന്നോ? എന്നിട്ട് തൊഴുതോ? രാവിലെ നന്നായി തൊഴുതോ? വിഷുദിനത്തിൽ ഭഗവാനോട് എന്തൊക്കെ പ്രാർത്ഥിച്ചേ? പറയാൻ പാടില്ല അല്ലേ? എല്ലാവർക്കും നന്മ വരട്ടെ. അമ്മമ്മേ, ഗുരുവായൂരപ്പനെ കണ്ട് എന്താ പറഞ്ഞത്? ഗുരുവായൂരപ്പനോട് പറഞ്ഞ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് തരണം. എല്ലാ സമാധാനവും സന്തോഷം ഉണ്ടാവണം. കുഞ്ഞുങ്ങളെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇവർ പുലർച്ചെ തന്നെ വന്ന് പലരും തൊഴുതവരുണ്ട്. ഇന്നലെ രാത്രി വന്ന് ക്യൂവിൽ നിൽക്കുന്നവരുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരുന്നത് സമാധാനം തേടിയാണ്, സന്തോഷം തേടിയാണ്. തീർച്ചയായിട്ടും മനോഹരമായ കാഴ്ചകളാണ് ജെയ്സൺ. രണ്ടാം ഘട്ടത്തിൽ ഞാൻ വീണ്ടും ജെയ്സണിലേക്ക് വരാം. ജെയ്സൺ, നമുക്കിപ്പം സ്വസ്തി ഭജൻസ് എന്ന് പറയുന്ന കൊച്ചു കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒരു ഭജൻ സംഘമുണ്ട്. ജെയ്സൺ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഇപ്പൊ നമ്മള് ചെമ്പയുടെ പാട്ട് പാടി, പമ്പാ ഗണപതി പാടി. ജെയ്സൺ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ അവർ പാടിത്തരും. ഇവിടെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിൽക്കുകയല്ലേ, യേശുദാസിന്റെ ഗുരുവായൂരപ്പ ഗംഭീരമായ ഗാനങ്ങളുണ്ട്. അവർക്ക് അവൈലബിൾ ആവുന്ന ഏത് ഗാനവും ഗുരുവായൂരപ്പന് വേണ്ടി ഒരു പാട്ട് പാടില്ലേ നമ്മള്? തീർച്ചയായിട്ടും റെഡിയാണ് നമ്മുടെ സ്വസ്തി ഭജൻസ്. ഗുരുവായൂരപ്പന്റെ ഒരു പാട്ടും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജെയ്സൺ പറഞ്ഞതനുസരിച്ച് നൽകും.